നിങ്ങൾക്ക് വിഷമായോ? റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണോ? വിഷമായി. അച്ഛനമ്മമാരെ ഉള്ള ഒരാളാണ് അത് പറയുമല്ലായിരുന്നു. അങ്ങനെ അച്ഛനമ്മമാരെ നോക്കിയിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്. എല്ലാത്തിലും വിഷമമായിരുന്നു. ഞങ്ങളുടെ മോളെ അപമാനിച്ചതിൽ ഏറ്റവും വലിയ സങ്കടമായി. പിന്നീട് പോയില്ലല്ലേ? അകത്തോട്ടൊന്നും കയറിയില്ല. കയറിയില്ല. വെളിയിൽ ഞങ്ങൾ നിൽക്കുവാണെങ്കിൽ അയാളോട് നല്ല വർത്തമാനത്തിൽ പറഞ്ഞേ പോരത്തുള്ളൂ. അല്ല പോരുകയല്ല. ഈ മോളെ വിഷമിപ്പിച്ചേ മാത്രം അവരെ തെറി പറഞ്ഞ ഒരുപാട് വിഷമമാണ് ഞങ്ങൾക്ക് കൂടുതലും. കാണാഞ്ഞിട്ടല്ല, അതുപോലെ ഞങ്ങൾക്ക് വിഷമമാണ്. എല്ലാവരും 4 മണിക്ക് ഒരുങ്ങി റെഡിയായിട്ട് 4 മണി ആയപ്പോഴേ ഒരുങ്ങി റെഡിയായിട്ട് ഈ മണിച്ചിത്രത്താഴിനകത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കാണുക എന്നുള്ളൊരു ഇതാണ് ഞങ്ങളുടെ യാത്രയിലുടനീളം നമ്മൾ ഇവരോട് വിവരിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ റീൽസ് എടുക്കാനൊക്കെ റെഡിയായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ഭയങ്കര വിഷമത്തോടുകൂടി തിരിച്ച് യാത്രയാണ്. നമ്മമാരോട് ചോദിച്ചാൽ അവർ പറയും ഭയങ്കര വിഷമമായി. ഇപ്പം പിന്നെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാനൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാകുമല്ലോ. അത് ആ ആഗ്രഹം സഫലമാകുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങൾ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം വളരെ മോശമായിട്ടുള്ളത്. ഞങ്ങളെ ഈ പ്രായമുള്ളവരെ അപമാനിച്ചത് പോട്ടെ, അത് സഹിക്കാം. പക്ഷെ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ഞങ്ങളുടെ മോളെ ഞങ്ങൾ ആക്ഷേപിച്ച് വിട്ടതും പരത്തെറി പറഞ്ഞതും ഞങ്ങൾക്ക് സഹിക്കാനൊക്കുമല്ല. ഞങ്ങൾ അതിനുള്ള മറുപടി എന്തായാലും കൊടുക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഇല്ല. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കൊക്കെ തന്നെ പരാതി കൊടുക്കാനാണ് നിലവിൽ ഇപ്പോൾ ഒരു നീക്കം എന്ന് പറയുന്നത്. ഓരോ ബഡ്ജറ്റിലും വയോജന ക്ഷേമങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവാക്കുന്ന, കോടികൾ നീക്കി വയ്ക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ. വിഷമായോ? അത് വിഷമമായിപ്പോയി. എൻ്റെ മക്കളോട് താമസിച്ചപ്പോൾ എനിക്ക് പലസ് കാണാൻ പറ്റില്ല. പിന്നെ സിനിമയൊക്കെ കണ്ടിട്ടുള്ള അത് അതിനകത്ത് വെച്ച് കണ്ടിട്ടുള്ളതുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മോളെ ഞങ്ങളെ കൊണ്ടുപോയി എൻ്റെ മക്കളെ കൊണ്ടുപോയ കാര്യമാണ്. എൻ്റെ മോളെ എൻ്റെ മക്കൾക്ക് വലിയ വിഷയമെങ്കിലും അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു അവസരം കിട്ടും. പക്ഷേ അത് അവസരം എനിക്ക് വിനിയോഗിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് റീൽസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലായിട്ട് മോശമായിട്ടാണ് അതെ മോശമായിട്ട് പെരുമാറിയത്. അതിനകത്ത് നമുക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ മോളെ അതുപോലെ ആശ്രയിച്ച് ഇറക്കി വിട്ടത്. തിരിച്ചു വരുമ്പോൾ അവർ കളിയാക്കി ചിരിക്കുന്നു. ഞങ്ങൾ ബസ്സിനെ തിരുന്നുകൊണ്ട് ഇവിടെ നടന്ന എന്താ സംഭവം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ബസ്സിനെ തിരുന്നുകൊണ്ട് ഞാൻ കാണുന്നു അതിനകത്ത് 2 പേര് പോലീസുകാർ തങ്ങളുടെ കൈ കാണിച്ച് ഭയങ്കര ആഘോഷമായിട്ട് പോകുന്നു. അന്നേരം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് സംഭവം പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇൻസൾട്ട് ചെയ്ത് വിട്ട് ആ ഒരു സംഭവം. എന്നിട്ട് അവരത് ആഘോഷിക്കുകയാണ് ചെയ്തത്. കൈയൊക്കെ തങ്ങളിങ്ങനെ കൂട്ടിയിടിച്ച്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉണ്ടായിരുന്നത്. അവിടെ അകത്തിരിക്കുന്ന ഓഫീസർമാരുമായിട്ടാണ് അവർ ലാസ്റ്റ് ഞങ്ങളുടെ വണ്ടി ഇറങ്ങി പോന്നപ്പം ചിരിച്ചത്. അതൊക്കെ എത്ര മനസാക്ഷിപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ഉള്ളൂ. ഇത്രയും പ്രായമുള്ള മക്കൾ ഉപേക്ഷിച്ച് അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരാണ് ആഗ്രഹത്തോടു കൂടി ഹിൽ പാലസ് എന്ന ഒരു സംഭവം കാണാനായിട്ട് എത്തിയത്. ഇവർക്ക് കാണാൻ പറ്റില്ല, പിന്നെ ആർക്ക് കാണാനാണ് ഈ ഹിൽ പാലസ് ഒക്കെ ഇങ്ങനെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല.